ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ ക്രിസ്മസ് റെസിപ്പീസൊക്കെ കാണുന്നെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നും ഞാൻ വന്നിരിക്കുന്ന ഒരു ക്രിസ്മസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ കൊണ്ടുള്ളൊരു മാപ്പാസാണ് ഉണ്ടാക്കുന്നത്. മാപ്പാസ് എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലും ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുന്ന ഒരു കുറുകിയ ചാറോടുകൂടിയ ചിക്കൻ കറിയാണ്. നമുക്ക് അപ്പം, പുട്ട്, ചോറ്, ഇടിയപ്പം, പൊറോട്ട ഇവയുടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കുറേയധികം ക്രിസ്മസ് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഫിഷ് മോളി, സ്റ്റൂ, അതുപോലെ തന്നെ വിന്താലു. അപ്പോൾ കാണാത്തവരെല്ലാം കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ മപ്പാസിന് ആവശ്യമായ ചിക്കൻ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന 700 ഗ്രാം ചിക്കനാണ്. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആദ്യം നമുക്കൊരു ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. ചെറുനാരങ്ങ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഉപ്പുപൊടിയും കുരുമുളക് പൊടിയും എല്ലാം ചിക്കനിൽ പിടിക്കുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ ഉപ്പെല്ലാം ചിക്കൻ കഷ്ണങ്ങളൊന്ന് പിടിച്ച് കിട്ടും. ചിക്കൻ മപ്പാസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങാപ്പാൽ. നല്ല ഫ്രഷ് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് മപ്പാസ് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഞാനിവിടെ 1.5 കപ്പ് ഫ്രഷ് തേങ്ങാപ്പീര മിക്സിയിലിട്ട് 1 കപ്പ് വെള്ളമൊഴിച്ച് ആദ്യം അടിക്കും. അതിൽ നിന്ന് 1/4 കപ്പ് ഒന്നാം പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നാം പാൽ എടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളവും കൂടി മിക്സിയിലിട്ട് അടിച്ച് 2.5 കപ്പ് രണ്ടാം പാലാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. കറിക്കായിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ഒന്നാം പാലും 2.5 കപ്പ് രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത്. ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ നമുക്ക് ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്കോ അല്ലെങ്കിൽ കോക്കനട്ട് പൗഡറോ കലക്കി ചേർത്താൽ മതി. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതേപോലെ തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. കറിക്കായിട്ട് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 അല്ലി ചെറിയ ഉള്ളി, 8 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ കടുക്. കടുക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 1/2 ടീസ്പൂൺ കടുക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കടുക് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കറി കയ്പ്പ് വരും. ഇനി നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. മുളക് പൊടി എടുക്കുമ്പോഴത്തേക്കും കൂടിപ്പോകരുത്. 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്താൽ മതി. ഈ കറി ഒരു മഞ്ഞ കളറിൽ വേണം ഇരിക്കാനായിട്ട്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഉള്ളി, വെളുത്തുള്ളിയും കടുകും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം ഇത് അരച്ചെടുക്കാം. അതിനുശേഷം വീണ്ടും പൊടികളൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി. ആദ്യമേ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുകും ശരിക്കും അരിഞ്ഞ് കിട്ടില്ല. ഇപ്പോൾ കടുകും വെളുത്തുള്ളിയും ഉള്ളിയും കൂടി കാണുന്നവർ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി. പൊടികൾ ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്, 4 പച്ചമുളക് നീളത്തിൽ കീറിയത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇപ്പോൾ കറിക്ക് ആവശ്യമുള്ള മസാല ഈ കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലുള്ള കറികളൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 2 കഷ്ണം പട്ട, 2 ഏലക്ക, 4 കറാമ്പൂ ഇട്ട് പൊട്ടിക്കണം. ഇവ നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള എല്ലാം ഒന്ന് സോഫ്റ്റായി കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. വഴറ്റി വരുമ്പോൾ മസാല കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒരു വെളുത്തുള്ളിയുടെ ഉള്ളിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ മിക്സി കഴുകിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. വീണ്ടും ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മസാലയിലെ വെള്ളമെല്ലാം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക്
2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വിനാഗിരി ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മസാലയിൽ ചിക്കനിൽ പിടിക്കുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാനൊന്ന് മൂടി വെക്കാം. അതിന് ശേഷം ഒരു 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൂടി മാറ്റി നോക്കാം. ചിക്കനിലുള്ള വെള്ളമൊക്കെ കാണുന്ന പോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ 2.5 കപ്പ് പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തീരെ വേവ് കുറഞ്ഞ ചിക്കനൊക്കെ ആണെങ്കിൽ പാൽ അത്ര ഒഴിക്കേണ്ട ആവശ്യമില്ല. 1.5-2 കപ്പൊക്കെ ഒഴിച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ചിക്കൻ്റെ പാകം നോക്കി നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഉപയോഗിക്കുന്ന ചിക്കൻ കുറച്ച് വേവുള്ളതാണ്, അതുകൊണ്ട് ഞാനിവിടെ 2.5 കപ്പ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാൻ മൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഈ കറിയിൽ ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതൊരു പകുതി കുക്കായതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ ചേർത്തിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വല്ലാതെ വെന്തുടഞ്ഞു പോകും. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പുപൊടിയെല്ലാം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പാൻ മൂടി വെക്കാം. പാൻ മൂടി വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്യണം. പാൻ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് മൂടി മാറ്റിയിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കറി ചെറുതായിട്ട് കുറുകിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം ചേർത്ത് വേവിക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറി ഏകദേശം കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു കഷ്ണം ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം വെന്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട്. ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ പാകത്തിനുള്ള കുരുമുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് കറി കൂടുതൽ നേരം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഞാൻ ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയിട്ട് മൂപ്പിക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞതും 2 ഉണക്കമുളകും 2ആയിട്ട് കീറിയതും കൂടി ഇട്ട് മൂപ്പിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് പൊട്ടിക്കണമെങ്കിൽ കടുക് പൊട്ടിക്കാം. പക്ഷേ എനിക്ക് കടുക് പൊട്ടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കാതിരുന്നത്. ഇനി ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിക്കണം. ഉള്ളിയൊക്കെ ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്തൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല കുറുകിയ ചാറോടുകൂടെ ചിക്കൻ മാപ്പാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ക്രിസ്മസിന്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.